ഇന്നത്തെ അറിയിപ്പുകൾ. ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ മാറ്റവുമായി റെയിൽവേ. IRCTC ഉപയോക്താക്കൾക്ക് ഇനി മുതൽ അർദ്ധരാത്രി 12 മണിവരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. ആധാർ മുഖേന KYC പൂർത്തിയാക്കിയ ഉപയോക്താക്കൾക്കാണ് ഈ അവസരം ലഭിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റം ജനുവരി 12 മുതൽ നിലവിൽ വരും. നേരത്തെ രാത്രി 11:45 വരെ മാത്രമേ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സമയം അനുവദിച്ചിരുന്നുള്ളൂ. നിലവിൽ ഈ സമയപരിധി 15 മിനിറ്റോട് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് റെയിൽവേ. ഇത് ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവർക്ക് വലിയ ആശ്വാസകരമാകും. പെട്ടെന്ന് യാത്ര നിശ്ചയിക്കുന്ന പലർക്കും നിലവിലെ മാറ്റം ഉപയോഗപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കാര്യക്ഷമമായി ബുക്കിംഗ് ഉറപ്പാക്കുന്നതിനെയാണ് റെയിൽവേ ഈ പുതിയ മാറ്റം നടത്തുന്നത്. അതേസമയം IRCയിൽ ആധാർ ലിങ്ക് ചെയ്യാത്ത സാധാരണ ഉപഭോക്താക്കൾക്ക് ഈ മാറ്റം ഉപയോഗിക്കാനാവില്ല. അത്തരക്കാർക്ക് പഴയ സമയക്രമം തന്നെ തുടരും. ട്രെയിൻ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർ IRTC അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യണമെന്ന് റെയിൽവേ നിർബന്ധമാക്കിയിരുന്നു. ടിക്കറ്റ് ബുക്കിംഗിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. കൂടാതെ ട്രെയിനിലെ സീറ്റ് തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനും ഈ ആധാർ ലിങ്കിങ്ങിലൂടെ റെയിൽവേക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വന്ദേ ഭാരത് സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ച് റെയിൽവേ. തേർഡ് AC-യിൽ കുറഞ്ഞ നിരക്ക് 960 രൂപയാണ്. ചുരുങ്ങിയ ദൂരം യാത്ര ചെയ്യുന്നവരും കുറഞ്ഞത് 400 കിലോമീറ്റർ ദൂരത്തേക്കുള്ള നിരക്ക് നൽകണം. കൺഫേംഡ് ടിക്കറ്റുകൾ മാത്രമേ നൽകൂ എന്നതാണ് മറ്റൊരു സവിശേഷത. രാജധാനിയേക്കാൾ വേഗതയും സൗകര്യങ്ങളുമുള്ള ഈ ട്രെയിനുകളിൽ RAC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ല. കൺഫേംഡ് ടിക്കറ്റുകൾ മാത്രമേ ലഭ്യമാകൂ. 11 തേർഡ് AC, 4 സെക്കൻഡ് ക്ലാസ് AC, ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചുകളാണ് ഉണ്ടാകുക. 823 യാത്രക്കാർക്ക് കയറാം. സെക്കൻഡ് ACക്ക് 400 കിലോമീറ്റർ വരെ 1240 രൂപയും ഫസ്റ്റ് ACക്ക് 1520 രൂപയുമാണ്. തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും ചുരുങ്ങിയത് 4 രൂപ നൽകണം. 1000 കിലോമീറ്റർ വരെ തേർഡ് ACക്ക് 2400 രൂപയും സെക്കൻഡ് ACക്ക് 3100 രൂപയും ഫസ്റ്റ് ക്ലാസ് ACക്ക് 3800 രൂപയുമാണ് നിരക്ക്. നിരക്കുകൾക്കൊപ്പം GSTയും ഈടാക്കും. തേർഡ് AC ടിക്കറ്റുകൾക്ക് കിലോമീറ്ററിന് 2 രൂപ 40 പൈസയും സെക്കൻഡ് ACക്ക് 3 രൂപ 10 പൈസയും ഫസ്റ്റ് ACക്ക് 3 രൂപ 80 പൈസയുമാണ് ഈടാക്കുന്നതെന്ന് റെയിൽവേ അറിയിച്ചു. ട്രയൽ റണ്ണുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ട്രെയിൻ ജനുവരി 17-നോ 18-നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ സർവീസ് ഹൗറ കാമാഖ്യ റൂട്ടിലായിരിക്കും നടത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആധാർ PVC കാർഡിന്റെ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ച് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. 50 രൂപയായിരുന്ന അപേക്ഷാ ഫീസ് 75 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. നികുതിയും ഡെലിവറി ചാർജും ഉൾപ്പെടെയുള്ള വില വർധനവ് ജനുവരി 1 മുതൽ നിലവിൽ വന്നു. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് സർവീസ് ചാർജ് വർദ്ധിപ്പിച്ച കാര്യം അറിയിച്ചത്. 2020-ൽ ആധാർ PVC കാർഡ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വില വർധനയാണിത്. ജനുവരി 1 മുതൽ ആധാർ PVC കാർഡിന് പുതുക്കിയ വിലയാണ് ഈടാക്കുന്നത്. കാർഡ് നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ, പ്രിന്റിംഗ് ചെലവ്, സുരക്ഷിതമായ വിതരണം, മറ്റ് അനുബന്ധ ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവയിലുണ്ടായ വില വർധനവ് കണക്കിലെടുത്താണ് നിരക്ക് പരിഷ്കരിച്ചതെന്ന് UIDAI വ്യക്തമാക്കി. ആധാർ കാർഡിന്റെ പോക്കറ്റ് വലുപ്പത്തിലുള്ള പതിപ്പായിട്ടാണ് ആധാർ PVC കാർഡ് വരുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രൂപത്തിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന് സമാനമാണ്. കൂടാതെ പേപ്പർ പതിപ്പുകളേക്കാൾ കൂടുതൽ ഈടുനിൽക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടുതൽ സുരക്ഷാ സവിശേഷതകളോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കാർഡ് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.